friends, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് 15 ദിവസം ആകുമ്പോഴേക്കും നമ്മൾ ഏകദേശം ഡയറി സയൻസ് കംപ്ലീറ്റ് ചെയ്തിരുന്നു ടൈം ടേബിൾ അനുസരിച്ചിട്ട്. പക്ഷേ നമ്മുടെ ക്ലാസ് എടുത്തിട്ട് കഴിഞ്ഞിട്ടില്ല, ഉറപ്പാണ്. നമുക്ക് ഇനി ബാക്കിയുള്ളതെല്ലാം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് തരുന്നതായിരിക്കും. പക്ഷേ നമ്മൾ ടൈം ടേബിൾ അനുസരിച്ചിട്ട് ഇത് ഡയറി സയൻസ് കംപ്ലീറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ ഡയറി സയൻസിന് ഇതുവരെ ചോദിച്ചിരിക്കുന്ന മുഴുവൻ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കിയതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇത്. നിങ്ങൾ വിചാരിക്കും ആകെ നമ്മുടെ കയ്യിൽ 2 ക്വസ്റ്റ്യനല്ലേ ഉള്ളൂ എന്ന്. 2 ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, നമുക്ക് ഇഷ്ടം പോലെ ഡയറി സയൻസിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ കഴിയും. കാരണം ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ ഉണ്ട്, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഉണ്ട്, പിന്നെ അതുപോലെ നമ്മുടെ ഡയറി ഫാം ഇൻസ്ട്രക്ടറുടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാത്തിനും ഡയറി സയൻസിന്റെ സിലബസ് സെയിം ആണ്. അപ്പം നമുക്ക് ആ ക്വസ്റ്റ്യൻസിന്റെ അതിലൊക്കെ ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വായിക്കുന്നു, അതിന്റെ ആൻസർ പറയുന്നു എന്ന രീതിയിലായിരിക്കും. എങ്ങനെ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് 50 ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് തീർക്കാൻ കഴിയത്തുള്ളൂ. അല്ലാതെ നല്ല എക്സ്പ്ലനേഷനോട് കൂടെ വേണം എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ 10 ക്വസ്റ്റ്യനെ ഡിസ്കസ് ചെയ്യുള്ളൂ, പക്ഷെ ആ 10 ക്വസ്റ്റ്യനും തറവായിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത് എന്ന് പറയുന്നത് നമ്മൾ 50 ക്വസ്റ്റ്യൻസ് എന്താണ് ക്വസ്റ്റ്യൻ, എന്താണ് അതിന്റെ ആൻസർ എന്ന് മാത്രം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ മുമ്പേ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാൻ വേണ്ടി ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ ലിങ്ക് ഞാൻ താഴെ ഇടാത്തത്, ഡിസ്ക്രിപ്ഷനിൽ ഇടാത്തത്, ലിങ്ക് ഇട്ടുമ്പോഴൊക്കെ എല്ലാവരും പറയുന്നത് വർക്ക് ചെയ്യുന്നില്ല എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് PSC എലിൻഡ് ഒഫീഷ്യൽ ചാനൽ അല്ലെങ്കിൽ PSC എലിൻഡ് എന്നടിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ടെലഗ്രാമിൽ ഒന്ന് ജസ്റ്റ് അങ്ങനെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ മാർക്ക് എത്രത്തോളം ഉണ്ട്, നിങ്ങളുടെ പഠനത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്ലാസ്സിൽ 50 ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും ഒറ്റയടിക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. ഇല്ലെങ്കിൽ 50 ക്വസ്റ്റ്യനും അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു 2-3 മണിക്കൂറുള്ള ഒരു ലെങ്തി വീഡിയോ ആവും. അതുകൊണ്ടാണ് അല്ലെങ്കിൽ എക്സ്പ്ലനേഷനും കൂടെ വേണ്ടതാണ് എന്നുള്ളതെങ്കിൽ നമുക്ക് ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് 10 ക്വസ്റ്റ്യൻസോ 10-15 ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് എക്സ്പ്ലനേഷനോട് കൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ വേണം എന്നുള്ളത് നിങ്ങളുടെ അടുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണ് മാത്രമേ നമ്മുടെ പുതിയ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The process of adding vitamins to milk is known as option B ആണ് fortification. Okay, option B fortification. ഓർത്തിരിക്കുക. ഞാൻ ബാക്കി ഓപ്ഷൻസ് ഒന്നും വായിക്കാത്തതിനുള്ള കാരണം ചില ആളുകൾക്കുള്ള മുമ്പ് ഞാൻ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോഴുള്ള ഒരു പരാതിയായിരുന്നു, എല്ലാ ഓപ്ഷനും വായിക്കണ്ട, കാരണം ആൻസർ ആയിട്ട് മാറിപ്പോകുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ മുഴുവൻ വായിക്കാത്തത് കേട്ടോ. പ്രോസസ് ഓഫ് ആഡിങ് വൈറ്റമിൻസ് ടു മിൽക്ക് ഈസ് നോൺ ആസ് ഫോർട്ടിഫിക്കേഷൻ. അടുത്തത്, the minimum fat percentage required in ice cream is option A 10%. A method for destroying all pathogenic organism in milk for safely consumption of for human. A method for destroying all pathogenic organism in milk for safely consumption for human. Option D ആണ് pasteurization. Kerala Cooperative Milk Marketing Federation was formed on option A 1918. Dash is a heat acid coagulated product. Option C paneer. Dash is used for determining the specific gravity of milk. Dash is used for determining the specific gravity of milk. Option D lactometer. Headquarters of National Dairy Research Institute is at option A Karnal. According to FSSAI rules, butter should contain a minimum of dash percentage of milk fat. According to FSSAI rule, butter should contain a minimum of dash percentage of milk fat. Option B ആണ്
ഏതാണ് 80%. According to FSSAI rule, butter should contain minimum of 80% of milk fat. Milk letdown hormone is option C, oxytocin. Milk letdown hormone is oxytocin. Name a compound that can be used both detergent and sanitizer in dairy plant. Name a compound that can be used both detergent and sanitizer in a dairy plant. Option D, iodophore. Iodophore, a compound that can be used both detergent and sanitizer in dairy plant. 75. Optimum dry period needed for dairy animal is option C, 60 days. Optimum dairy period needed for dairy animal is 16 days. Adulteration of milk with starch can be detected by option D, iodine test. Adulteration of milk with starch can be detected by iodine test. Name the milk sugar. ഇതിലുള്ള milk sugar ഏതാണ് എന്ന് ചോദിച്ചിരിക്കുന്നത്. Name the milk sugar. Option A, lactose. Largest milk producing country in the world. Option B, India. Largest milk producing country in the world, India. ഓർത്തിരിക്കുക. ഞാൻ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ മറന്നു പോയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഉത്തർപ്രദേശ് ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മിൽക്ക് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞതായിട്ടാണ് എൻ്റെ ഓർമ്മ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ഇപ്പോ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് അത് 2021 കണക്കായിരുന്നു. 2022 കണക്കും 2023 കണക്കും ഒക്കെ ആയിട്ട് നോക്കുമ്പോൾ അത് രാജസ്ഥാനായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. രാജസ്ഥാനാണ് ഫസ്റ്റ്. ഓക്കെ, ഇനി അണ്ടർ ദ PFA rules, toned milk should contain dash percentage of fat and dash percentage of SNF. Under the PFA rules, toned milk should contain dash percentage of fat and dash percentage of SNF. Option A, 3% of fat and 8.5% of SNF. The specific gravity of normal milk ranges from option C ആണ് 1.028 to 1.032. 1.028 to 1.032. ഇതുവരെയാണ് നമ്മുടെ പിന്നെ 2017 ഡയറി ഫാം ഇൻസ്ട്രക്ടറുടെ ക്വസ്റ്റ്യൻസ്. ഇത് മിക്കവാറും എല്ലാവരും ചെയ്തിരിക്കുന്നത് തന്നെയാണ് അല്ലേ. ഈ ഒരു ക്വസ്റ്റ്യൻസ് മുഴുവനായിട്ടും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതുവരെയായിട്ട് കണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരുപാട് യൂട്യൂബേഴ്സ് ഡിസ്കസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇത്. ബാക്കി വരുന്നത് ഇത് മുതൽ വരുന്നത് നമ്മുടെ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസറുടെ 2015 നടന്ന ക്വസ്റ്റ്യൻസിൽ അത്യാവശ്യം കുറച്ച് എളുപ്പമായിട്ടുള്ളതാണ് കേട്ടോ. നല്ല ഡീപ്പായിട്ടുള്ളത് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ബാക്കി വരുന്ന എളുപ്പമായിട്ടുള്ളതാണ്. പക്ഷെ എന്നാലും നിങ്ങൾ വിചാരിക്കാൻ ചാൻസ് ഉണ്ട് കുറച്ച് ടഫ് അല്ലേ എന്ന്. ഓർത്തിരിക്കാൻ നമ്മൾ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള സിമ്പിൾ ആയിട്ടുള്ളത് നമുക്ക് വന്നു കഴിഞ്ഞാൽ വളരെ സന്തോഷം തോന്നും. ഓക്കെ, നമ്മൾ അത്രയും ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അത്രത്തോളം ഡീപ്പായിട്ട് തന്നെ പഠിക്കുക. പിന്നെ ഒരു കാര്യം ഓർത്തിരിക്കുക, നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് അത് എത്ര ആയാലും എത്ര കുറവായാലും എത്ര കൂടുതലായാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുക, ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. എത്ര മാർക്ക് ഉണ്ട് എന്നറിയാൻ വേണ്ടിയാണ്. നമ്മുടെ ടൈം ടേബിൾ എത്രത്തോളം എഫക്റ്റീവ് ആണ്, അതുപോലെ നമ്മൾ പഠിച്ച ഭാഗത്തുനിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക കേട്ടോ.
ഈ ഒരു ഡയറി എക്സ്റ്റൻഷൻ ഓഫീസറുടെ ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറി ഫാം ഇൻസ്ട്രക്ടർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ചു അയ്യോ മിൽക്കുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, ബാക്കി ഞങ്ങൾ ഇതുവരെ പഠിച്ച 2 മൊഡ്യൂൾ ടീച്ചർ പഠിപ്പിച്ച മിസ് പഠിപ്പിച്ച ഏകദേശം 2 മൊഡ്യൂളിനൊന്നും അധികം ഒന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല, 2-3 ക്വസ്റ്റ്യൻ. പക്ഷേ ഇതിൻ്റെ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസറുടെ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്ഷൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് ആ സെക്ഷൻ്റെ ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പിന്നെ അടുത്ത സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യും, അങ്ങനെ ഒരു സെക്ഷൻ പോലും വിടാതെയാണ് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. Which among the following contain 65 to 85% milk fat? Which among the following contain 65 to 85% milk fat? Option D, plastic cream. Option D, plastic cream. The viscosity of the cream can be increased by. The viscosity of the cream can be increased by aging of cream. Viscosity of the cream can be increased by aging of cream. Feathering in hot coffee is due to defect in cream caused by. Feathering in hot coffee is due to defect in cream caused by excessive homogenization pressure. Feathering in hot coffee is due to defect in cream caused by excessive homogenization pressure. Next question. In Swiss cheese making, the lactic acid bacteria convert to lactose to lactic acid, which in turn is used by propionic bacteria to produce propionic acid. This is an example for. ഇത് കുറച്ച് നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഓർത്തിരിക്കുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരാനും ചാൻസ് ഉണ്ട്. ഇൻ Swiss cheese making, the lactic acid bacteria convert lactose to lactic acid, which in turn is used by propionic bacteria to produce propionic acid. This is example for എന്താണ്? ഓപ്ഷൻ സി, മെറ്റാബയോസിസ്. ഓപ്ഷൻ ബി സി ആണ് മെറ്റാബയോസിസ്. If the standard plate count per milliliter of raw milk is the range of 20 lakhs to 1 million, the grade recommended by Indian Standard Institution is 2 lakh ആണ്, 20 എന്ന് ഞാൻ പറഞ്ഞു പോയത് 2 lakh ആണ്. If the standard plate count per milliliter of raw milk is in the range of 2 lakh to 1 million, the grade recommended by Indian Standard Institution is option B ആണ്, good. Next question. Which among the following is a lower buffalo milk as compared to cow milk? Which among the following is lower in buffalo milk as compared to cow milk? Option D, rennet clotting time. Which among the following khoya based sweet is prepared by mixing khoya with maida is about 3:1 ratio? Which among the following khoya based sweet is prepared by mixing khoya with maida in about 3:1 ratio? Option B, gulam jamun. The multi-purpose fodder tree species commonly used for live fencing in Kerala. The multi-purpose fodder tree species commonly used for live fencing in Kerala. Option A, Gliricidia. Which of the following is an annual grass? Is Deenanath grass. In haymaking, the moisture content of the forage crop is reduced to. In haymaking, the moisture content of the forage crop is reduced to. Option B, 50 to 20%. ഇത് നമ്മുടെ പ്രൊഫഷണൽ ആൻസർ കീയും ഫൈനൽ ആൻസർ കീയും ഒക്കെ വെച്ചിട്ടുള്ള PSC യുടെ പ്രൊഫഷണൽ ആൻസർ കീയും ഫൈനൽ ആൻസർ കീയും ഒക്കെ വെച്ചിട്ടുള്ള പിന്നെ ആൻസർ ആണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൽ മോയ്സ്ചർ കണ്ടന്റ് ഫോറേജ് ക്രോപ്പ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും നമ്മൾ പറയുന്ന ഹേമേക്കിങ്ങിൽ ശരിക്കും നമ്മൾ പറയുന്നത് 15% ടു ലെസ് ആണ് പറയാറുള്ളത്. അപ്പം നമുക്ക് ഇതിൽ 50 വന്നിരിക്കുന്ന ഒരേ ഒരു ഓപ്ഷൻ ഇത് മാത്രമാണ് അല്ലേ.
അവിടെ നമുക്കത് എഴുതാം. പക്ഷെ 50% താഴെ 50% മാക്സിമം എന്നുള്ള രീതിയിലാണ് സാധാരണ പറയാറുള്ളത്. അങ്ങനെയാകുമ്പോൾ നമ്മൾക്ക് ശരിക്കും പറ്റിയൊരു ഓപ്ഷൻ 5 to 10% ആണ്. പക്ഷെ നമുക്ക് ഒഫീഷ്യൽ നമ്മുടെ ഇതിൽ തന്നിരിക്കുന്നത് പ്രൊഫഷണൽ ആൻസർ കീയിലൊക്കെ തന്നിരിക്കുന്നത്, അതുപോലെ ഫൈനൽ ആൻസർ കീയിലും തന്നിരിക്കുന്നത് 15 to 20% ആണ്. അതുകൊണ്ട് നമുക്ക് അത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക. 50 ആണ് നമുക്ക് കണക്കിൽ തന്നിരിക്കുന്നത്. അപ്പൊ അതുള്ള ഒരു ഓപ്ഷൻ ബി ആയതുകൊണ്ട് അങ്ങനെ ഇതാക്കുക. പക്ഷെ ശരിക്കും ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പോകുന്നത് 5 to 10% ആയിരിക്കും. കാരണം 50 മാക്സിമം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാക്സിമം അത് എത്ര മോയ്സ്ചർ പറ്റും, 15 ഒക്കെ വരാൻ പാടുള്ളൂ. കാരണം അതിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഫംഗസ് ഇൻഫെക്ഷനും ഇതൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ക്ലാസ് നമ്മുടെ ഫോർഡറിന്റെ ക്ലാസ് ആണ്. അപ്പൊ അതിൽ ഞാൻ മുഴുവനായിട്ട് നിങ്ങൾക്ക് അതിന്റെ കൺസെപ്റ്റ് പറഞ്ഞു തരാം കേട്ടോ. ഹെയർ മേക്കിംഗ് ഒക്കെ അതിൽ വരുന്നുണ്ട്. Egg solids can be added as an ingredient in ice cream manufactured to. Egg solids can be added as an ingredient in ice cream manufactured to improve whipping ability. നിങ്ങൾ തന്നെ ഓർത്തിരിക്കുക കേട്ടോ. നമ്മൾ പാലിലൊക്കെ ഐസ്ക്രീമിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിങ്ങൾക്ക് തന്നെ ഗസ് ചെയ്തിട്ട് എഴുതാൻ പറ്റും അല്ലേ ചിലതൊക്കെ. എഗ് സോളിഡ്സ് ക്യാൻ ബി ആഡഡ് ആസ് ആൻ ഇൻഗ്രീഡിയന്റ് ഇൻ ഐസ്ക്രീം മാനുഫാക്ചർഡ് ടു ഇംപ്രൂവ് whipping ability. Which of the following help in predicting the shelf life of ghee? Which of the following is help in predicting the shelf life of ghee? Option D ആണ്. Induction period of oxygen absorption. Induction period for oxygen absorption. Bluish gray or brownish milk can be due to proliferation of which bacteria in milk? Bluish gray or brownish milk can be due to proliferation of which bacteria in milk? Option C ആണ്. Pseudomonas cinerae. Okay, Pseudomonas cinerae. Bitter flavor in milk can be due to the proliferation of bitter flavor in milk can be due to the proliferation of option C ആണ് Micrococcus species. Micrococcus species, sorry, micro ആണ്, micro അല്ല, ഞാൻ പെട്ടെന്ന് വായിച്ചപ്പോൾ മാറിപ്പോയതാണ്. Micrococcus species. Bitter flavor in milk can be due to proliferation of Micrococcus species. Paneer manufactured using citric acid as coagulant give. Paneer manufactured using citric acid as coagulant gives option D maximum hardness. Option D maximum hardness. The antifungal agent that can be used to control surface spoilage of paneer. The antifungal agent that can be used to control surface spoilage of paneer. The antifungal agent that can be used to control surface spoilage of paneer. Option B ആണ് chlorinated water ആണ്. Chlorinated water. The antifungal agent that can be used to control surface spoilage of paneer ഏതാണ്? Chlorinated water ആണ്. Which is not a rapid platform test performed for raw milk? Which is not a rapid platform test performed for raw milk? Not ആണ് ചോദിച്ചത്. അപ്പോൾ ഏതാണ് നമുക്ക് റാപ്പിഡ് പ്ലാറ്റ്ഫോം ടെസ്റ്റ് ഏതാണെന്ന് നമുക്ക് പഠിച്ചേക്കാം. അതാണല്ലോ നമുക്ക് അറിയേണ്ടത്. നോട്ട് അല്ല നമുക്ക് അറിയേണ്ടത്. റാപ്പിഡ് പ്ലാറ്റ്ഫോം ടെസ്റ്റ് ഏതാണ് performed for raw milk? raw milk റാപ്പിഡ് പ്ലാറ്റ്ഫോം ടെസ്റ്റ് ഏതാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? ഡയറക്റ്റ് മൈക്രോസ്കോപ്പിക് കൗണ്ട്, ക്ലോട്ട് ഓൺ ബോയിലിംഗ് ടെസ്റ്റ് ഓപ്ഷൻ ഡി, അതുപോലെ ടിട്രേറ്റബിൾ അസിഡിറ്റി. ഏതാ? ടിട്രേറ്റബിൾ അസിഡിറ്റി. അത് മൂന്നുമാണ്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ബാക്കിയുള്ളതാണ് നമ്മുടെ റാപ്പിഡ് പ്ലാറ്റ്ഫോം ടെസ്റ്റ്. ഓക്കെ, റാപ്പിഡ് പ്ലാറ്റ്ഫോം ടെസ്റ്റ് ഏതാണ്? ഡയറക്റ്റ് മൈക്രോസ്കോപ്പിക് കൗണ്ട്, ക്ലോട്ട് ഓൺ ബോയിലിംഗ് ടെസ്റ്റ്, titratable acidity. Flat or insipid flavor in butter is due to excess washing of butter granules.
flat or insipid flavor in butter is due to excess washing of butter granules. Flat or insipid flavor in butter is due to excess washing of butter granules. Hydrolytic rancidity in butter is due to hydrolytic rancidity in butter is due to hydrolytic rancidity in butter is due to action of lipase on fat to produce free fatty acids. Option A ആണ് action of lipase on fat to produce free fatty acid. Action of lipase on fat to produce free fatty acids. The prescribed microbiological standard for ice cream as per Bureau of Indian Standard. The prescribed microbiological standard for ice cream as per Bureau of Indian Standard. Coliform count per gram not more than 19. Coliform count per gram not more than 90. The prescribed microbiological standard for ice cream as per Bureau of Indian Standard. Coliform count per gram not more than 19. The type of yogurt produced after fermentation in bulk and coagulum is broken prior to cooling. The type of yogurt produced after fermentation in bulk and coagulum is broken prior to cooling. Option B, stirred yogurt. Option B ആണ് stirred yogurt. The type of yogurt produced after fermentation in bulk and coagulum is broken prior to cooling is ഏതാണ് stirred yogurt. The freezing point of cow milk is ഏതാണ് 0.555 degrees Celsius. 0.555 degrees Celsius ആണ് the freezing point of cow milk. Sandy texture defect in ice cream is due to ഏതാണ് high lactose, temperature fluctuation, long storage. D all of the above ആണ്. ഇത് നോക്കുക 2015 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇതിൽ തന്നെ 2-3 ക്വസ്റ്റ്യൻസ് എന്ത് ചോദിച്ചിട്ടുണ്ട് എന്നാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എന്നാണ് എപ്പോഴുള്ള 2005 അപ്പൊ നമുക്കും അത്രയൊക്കെ പ്രതീക്ഷിക്കണം കേട്ടോ. സാൻഡി ടെക്സ്ചർ ഡിഫെക്ട് ഇൻ ഐസ്ക്രീം ഈസ് ഡ്യൂ ടു ഹൈ ലാക്ടോസ്, temperature fluctuation, long storage. Option D ആണ് correct answer, all of the above. An intimate mixture of concentrates and roughages fed to cattle in the desired proportion is called roughages fed to cattle in the desired proportion is called എന്താണ് complete feeding. An intimate mixture of concentrates and roughages due to cattle in the desired proportion is called complete feeding. Foot and mouth disease is a option. Foot and mouth disease is a viral disease. Foot and mouth disease is a viral disease. A feed which contains higher level of primary nutrients and less crude fiber and low moisture is called. A feed which contain high level of primary nutrients and less crude fiber and low moisture is called option A, concentrate. The udder of a good dairy cow should be the udder of good dairy cow should be the udder of a good dairy cow should be. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ 2-3 തവണ പറയാനുള്ള പ്രധാന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അഡറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അഡർ ഫീമെയിൽ ഉള്ളതാണ് അതാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ അതിന്റെ സെന്റൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ പറയുന്നത്. ദ അഡർ ഓഫ് എ ഗുഡ് ഡയറി കൗ ഷുഡ് ബി വൈഡ് ആൻഡ് ഡീപ്പ് ആൻഡ് എക്സ്റ്റെൻഡഡ് വെൽ അപ്പ് ബിഹൈൻഡ്. ഓപ്ഷൻ ഡി ആണ് എന്താണ് വൈഡ് ആൻഡ് ഡീപ്പ് ആൻഡ് എക്സ്റ്റെൻഡഡ് വെൽ അപ്പ് ബിഹൈൻഡ്. അടുത്തത്, the buffalo breed indigenous
to Nilagiri Hills in Tamil Nadu. The buffalo breed indigenous to Nilagiri Hills in Tamil Nadu. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ടോഡ. The fat content of milk in general increase in the fat content of milk in general increase in option D all of the above. അതാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കുറച്ചധികം 2-3 ഈ 2015 വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. The fat content of milk in general increase in final stripping from the udder indigenous breed as compared to exotic breeds. More roughage portion in diet. Final strippings from the udder indigenous breed as compared to exotic breeds. More roughage portion in diet ആണെങ്കിൽ എന്തൊക്കെയാവും? ഫാറ്റ് കണ്ടന്റ്, മിൽക്കിലെ ഫാറ്റ് കണ്ടന്റ് കൂടുതലാവും. അടുത്തത് the Indian breed of cattle with the long pendulous ears resembling a curled leaf is the Indian breed of cattle with long pendulous ears resembling a curled leaf is option C. ഏതാണ്? ഗിർ ആണ്. Which of the following exotic cattle breed was not used in the cross breeding program in Kerala? കേരളത്തിലെ cross breeding പ്രോഗ്രാമിൽ യൂസ് ചെയ്യാത്തത് ഏതാണ്? ഏതാ? ഓപ്ഷൻ എ അയർഷയർ. A large increase in deposit formation during milk processing can be expected. A large increase in deposit formation during milk process can be expected. A large increase in deposit formation during milk processing can be expected. Option D if pH value is lowered from C അല്ലട്ടോ, സോറി, വായിച്ചത് കറക്റ്റ് തന്നെയാണ് പക്ഷേ ടിക്ക് ചെയ്ത് മാറിയതാണ്. ഓപ്ഷൻ ഡി if pH value is lowered from 6.8 to 6.4. pH value is lowered from 6.8 to 6.4. which is not true with regard to season. Which is not true with regard to season. Season option C ആണ്. Alpha and beta season are soluble in isoelectric point എന്നുള്ളത് തെറ്റാണ് കേട്ടോ. ബാക്കി എല്ലാം ശരിയാണ്. The main sugar in season is sialic acid. ശരി. The season contains all essential amino acid. ശരിയാണ്. Season contains 0.78% of sulfur. അതും ശരിയാണ്. ഇനി അടുത്തത് Indian Grassland and Fodder Research Institute is located in Indian Grassland and Fodder Research Institute is located in എവിടെയാണ്? ഓപ്ഷൻ സി ജാൻസി. ഓപ്ഷൻ സി ജാൻസി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 50 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ജസ്റ്റ് ആൻസർ മാത്രം പറഞ്ഞു പോകുന്ന ഒരു 50 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്. സാധാരണ ഞാൻ വിത്ത് എക്സ്പ്ലനേഷൻ ആണ് ചെയ്യാറുള്ളത്. പക്ഷേ അത്രയും 50 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ എന്ന് പറയുന്നത് കുറച്ചധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കൊരു എക്സാമും നടത്തണം എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഒറ്റയടിക്ക് ആൻസർ പറഞ്ഞു പോയത് കേട്ടോ. അപ്പോൾ താങ്ക് യു ഓൾ, താങ്ക് യു വെരി മച്ച്.